വർഷം 1883 ഓഗസ്റ്റ് 27. ഇന്തോനേഷ്യയിലെ പ്രധാന ദ്വീപുകളായ ജാവയ്ക്കും സുമാത്രയ്ക്കുമിടയിലുള്ള സുന്ദ കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്രാക്കറ്റോവ എന്ന ദ്വീപ്. ഭൂമി പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി. ആകാശം ഇരുണ്ടു. കടൽ അസ്വാഭാവികമായി പിൻവലിയാൻ തുടങ്ങി. പിന്നീടാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ശബ്ദങ്ങളിലൊന്ന് അവിടെ മുഴങ്ങിയത്. അതൊരു സാധാരണ പൊട്ടിത്തെറിയായിരുന്നില്ല. ആ ശബ്ദം 5000 കിലോമീറ്റർ അകലെയുള്ള ആളുകൾ പോലും കേട്ടു. ആ മഹാസ്ഫോടന ശബ്ദം കേട്ട് ചിലരുടെ കർണപടങ്ങൾ പോലും പൊട്ടി. ആകാശം നടുങ്ങി. ഭൂമി മുഴുവൻ ആ ശബ്ദത്തിന്റെ ഷോക്ക് വേവിൽ പലതവണ ചുറ്റി. പിന്നീട് ആ പൊട്ടിത്തെറിക്ക് ലോകമൊരു പേരിട്ടു: 1883 ക്രാക്കറ്റോവ സ്ഫോടനം. ക്രാക്കറ്റോവ എന്ന അഗ്നിപർവ്വത ദ്വീപ് മാസങ്ങളായി സജീവമായിരുന്നു. പക്ഷേ ആ ദിവസം നടന്നത് മനുഷ്യർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തമായിരുന്നു. അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലെ അമിതമർദ്ദം പെട്ടെന്ന് പുറത്തു വന്നു. അപ്പോഴുണ്ടായ ശബ്ദം ചരിത്രത്തിലെ ഏറ്റവും ശബ്ദമേറിയ പ്രകൃതി ശബ്ദങ്ങളിൽ ഒന്നായി മാറി. ശാസ്ത്രജ്ഞർ പറയുന്നത് ആ ശബ്ദം ഏകദേശം 310 ഡെസിബൽ വരെ എത്തിയിരിക്കാമെന്നാണ്. അതായത് ഒരു ജെറ്റ് വിമാനത്തിന്റെ ശബ്ദം ഏകദേശം 140 ഡെസിബൽ മാത്രമായിരിക്കും. അതിനേക്കാൾ ഇരട്ടിയിലധികമായിരുന്നു ഈ സ്ഫോടനത്തിന്റെ ശബ്ദം. അതായത് ക്രാക്കറ്റോവയുടെ പൊട്ടിത്തെറി മനുഷ്യന്റെ ചെവിക്ക് താങ്ങാനാവാത്തത്ര ശക്തമായിരുന്നു. പക്ഷേ ദുരന്തം അവിടെയല്ല അവസാനിച്ചത്. ആ പൊട്ടിത്തെറിയുടെ പിന്നാലെ ഉയർന്നത് ഭീമൻ സുനാമികളായിരുന്നു. 40 മീറ്ററിലധികം ഉയരമുള്ള തിരകൾ തീരപ്രദേശങ്ങളെ തകർത്തു. ആയിരക്കണക്കിന് ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു. ഏകദേശം 36,000-ലധികം ആളുകൾ. ആകാശം മുഴുവൻ ചാരവും പുകയും നിറഞ്ഞു. സൂര്യപ്രകാശം ഭൂമിയിലെ പല ഭാഗങ്ങളിലും മങ്ങിയതായി ആളുകൾ പറഞ്ഞു. ചില ദിവസങ്ങളല്ല, മാസങ്ങളോളം ലോകത്തിന്റെ കാലാവസ്ഥ പോലും മാറി. അതുകൊണ്ട് തന്നെ ലോകത്തെ ഇന്നും ഭയപ്പെടുത്തുന്നത് ഇതുതന്നെയാണ്, ആ ശബ്ദം. കാരണം മനുഷ്യചരിത്രത്തിൽ വളരെ കുറച്ചാളുകൾക്കാണ് ഭൂമിയുടെ യഥാർത്ഥ ശക്തിയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഭൂമിയെ എന്നും ശാന്തമായൊരു ഗ്രഹമായാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ചില ശക്തികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം. ഒരു ദിവസം അവ ഉണർന്നാൽ മനുഷ്യർ നിർമ്മിച്ച എല്ലാ ശബ്ദങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ നിശബ്ദമാകാം.